hello, welcome to Competitive Cracker. ഞാൻ ധന്യ. നമുക്കറിയാം നമ്മുടെ നെറ്റ് എക്സാമില് പേപ്പർ 1 ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പക്ഷെ പലർക്കും അതിന് കഴിയാറില്ല. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഒരുപാട് പേർക്ക് മാർക്ക് പോവാറുണ്ട്. പക്ഷെ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു മാർക്ക് നമുക്ക് നഷ്ടപ്പെടാതെ തന്നെ എടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അതായത് ഫോക്കസ് ഏരിയാസ് അല്ലെ, നമ്മൾ പറയും ഫോക്കസ് ഏരിയാസ്. അപ്പൊ എപ്പോഴും ചോദിക്കുന്ന ഏരിയാസ് എന്ന് പറയുമ്പോൾ അത് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ആ ഒരു ഏരിയാസിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻസിന്റെ രീതി മാറാം, അതിന്റെ പാറ്റേൺ മാറാം. അതായത് ഓരോ വർഷം കഴിയും തോറും ഒരു വർഷത്തിൽ തന്നെ 2 എക്സാം ഉണ്ടാവും അല്ലെ, പക്ഷെ അതിൽ തന്നെ പല രീതിയിലുള്ള മാറ്റങ്ങൾ വരാറുണ്ട്. അതായത് അതിന്റെ ഡിഫിക്കൽറ്റി ലെവൽ കൂടി വരുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഏരിയയിൽ നിന്നും ഡിഫിക്കൽറ്റി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു ഏരിയാസ് ഇതിൽ പറഞ്ഞു തരാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ആ ഏരിയ പറഞ്ഞു തരാന്നുള്ളതിലൂടെ നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ എന്ത് ചെയ്യാം, ഏരിയാസ് പറഞ്ഞു തരാം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the learning outcomes are intended in teaching organized at understanding level? അപ്പൊ ഇത് ഏത് ഏരിയയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആ? അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്ന് പറയുമ്പോൾ ലെവൽസ് ഓഫ് ടീച്ചിങ്. ഓക്കെ, ലെവൽസ് ഓഫ് ടീച്ചിങ് അല്ലെ, ലെവൽസ് ഓഫ് ടീച്ചിങ് എന്നുള്ളൊരു ഏരിയയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലുമായിട്ട് ബേസ് ചെയ്ത ഈ ഒരു ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? Which of the learning outcomes are intended in teaching organized at understanding level? ഓക്കെ, നമുക്ക് ആക്ച്വലി 3 ലെവൽസ് ആണ് ഈ ഒരു ലെവൽസ് ഓഫ് ടീച്ചിങ്ങിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെയായിരുന്നു? മെമ്മറി ലെവൽ ഉണ്ട്, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഉണ്ട് ആൻഡ് റിഫ്ലക്റ്റീവ് ലെവൽ ഉണ്ട് അല്ലെ. 3 ലെവൽസ് ആണ് മെയിൻലി പഠിക്കാനുള്ളത്. അപ്പൊ ഇതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. And we have 4 options: a longer recall and retention of facts, seeking of relationship and patterns among facts, creative construction and critical interpretation of ideas, mastery of facts and information. ഇതാണ്. അപ്പോ നമ്മൾ ഓരോ ലെവൽസ് പഠിക്കുമ്പോഴും ആ ലെവൽസുമായിട്ട് ബേസ് ചെയ്ത് മീൻസ് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരുന്നത്. അതായത് നമ്മൾ ഒരു കാര്യം പഠിപ്പിക്കുന്ന സമയത്താണെങ്കിലും ആദ്യം ഇപ്പൊ മെമ്മറി ലെവൽ എന്ന് പറയുമ്പോൾ അതിൽ ജസ്റ്റ് ഇപ്പൊ റോട്ട് മെമ്മറൈസേഷൻ എന്നുള്ള ഒരു കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ജസ്റ്റ് അവിടുത്തെ ഫാക്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രം. പിന്നെ അണ്ടർസ്റ്റാൻഡിംഗിൽ വരുമ്പോഴാണ് അതിന്റെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നു, അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കുന്നു, കുറച്ചുകൂടി ഡീപ്പർ ലെവൽ അതിനെ കുറിച്ച് അറിയുന്നതാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. ആൻഡ് റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത് ഭയങ്കര ഹയർ ലെവലാണ് അല്ലെ. ഹയർ ലെവൽ എന്ന് പറയുമ്പോൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വരെ നമുക്ക് അറിയുന്ന തരത്തിലുള്ള ഒരു ലെവലാണ് റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത്. സോ ഇവിടെ ലോങ്ങർ റീകോൾ ആൻഡ് റിട്ടൻഷൻ ഓഫ് ഫാക്ട് അത് എന്തായാലും അണ്ടർസ്റ്റാൻഡിംഗിൽ വരില്ല, അത് നമുക്കറിയാം. സീക്കിംഗ് ഓഫ് റിലേഷൻഷിപ്പ് ആൻഡ് പാറ്റേൺസ് എമംഗ് ഫാക്ട് അല്ലെ, റിലേഷൻഷിപ്പ് കണ്ടോ, സീക്കിംഗ് ഓഫ് റിലേഷൻഷിപ്പ് ആൻഡ് പാറ്റേൺസ് എമംഗ് ഫാക്ട്, ആ ഫാക്ടുകൾക്കിടയിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ അതാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ വരുന്നത്. സോ ക്രിയേറ്റീവ് കൺസ്ട്രക്ഷൻ ആൻഡ് ക്രിട്ടിക്കൽ ഇന്റർപ്രിറ്റേഷൻ വരുന്നില്ല. മാസ്റ്ററി ഓഫ് ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ, അതിന്റെ ഏറ്റവും ഹയസ്റ്റ് ലെവലാണ് ഈ മാസ്റ്ററി ഓഫ് ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. സോ അതൊന്നും വരില്ല. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഗിവൻ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. Tutorials, group discussions and question answer sessions are dialogic and are part of the direct teaching methods. അപ്പൊ ഇവിടെ ഞാൻ ലെവൽസ് ഓഫ് ടീച്ചിങ് ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ആയിട്ട് ലെവൽസ് ഓഫ് ടീച്ചിങ് പറഞ്ഞു. അടുത്തൊരു ഫോക്കസ് ഏരിയ ആണ് ടീച്ചിങ് മെത്തേഡ്സ്. ഓക്കെ, എന്താണ് ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് പഠിക്കാനുണ്ട്. ടീച്ചിങ് മെത്തേഡ്സ് പറയുമ്പോൾ നമുക്ക് പ്രൊജക്ട് മെത്തേഡ് ഉണ്ട്, ഡിസ്കഷൻ മെത്തേഡ് ഉണ്ട്, ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഉണ്ട് അല്ലെ, ലെക്ചർ മെത്തേഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അത്തരം ടീച്ചിങ് മെത്തേഡ്സിൽ നിന്നും ക്വസ്റ്റ്യൻസിന്റെ ഡിഫിക്കൽറ്റി ലെവൽ കൂടി വരുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷെ എങ്കിൽ പോലും ആ ഒരു ഏരിയയിൽ നിന്നും എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. നോക്കിക്കേ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ട്യൂട്ടോറിയൽസ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആൻഡ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആർ ഡയലോജിക് ആൻഡ് ആർ പാർട്ട് ഓഫ് ദ ഡിറക്ട് ടീച്ചിങ് മെത്തേഡ്സ് അല്ലെ. അത് ഡിറക്ട് ടീച്ചിങ് മെത്തേഡ്സിൽ വരുന്നതാണ്. അത് ശരിയാണ്. കാരണം ട്യൂട്ടോറിയൽസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ് ഒക്കെ എന്താണ് ഡയലോജിക്. ഡയലോജിക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കോൺവെർസേഷൻ ഉള്ളൊരു മീനിങ് ആണ്. അതായത് കുട്ടികളും ടീച്ചേഴ്സും തമ്മിലുള്ളൊരു സംസാരിക്കുന്ന ആ ഒരു രീതിയാണ് പറയുന്നത്. ഡയലോജിക് ആൻഡ് ആർ പാർട്ട് ഓഫ് ദ ഡിറക്ട് ടീച്ചിങ് മെത്തേഡ്സ്, അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 എടുക്കുമ്പോൾ പ്രൊജക്ട് വർക്ക്, ലബോറട്ടറി വർക്ക്, സിമുലേഷൻ ആൻഡ് റോൾ പ്ലേയിങ് ആർ ദ ആക്ഷൻ ബേസ്ഡ്. ഓക്കെ, ആക്ഷൻ ബേസ്ഡ്
and are the part of indirect teaching methods. അതും എന്താണ്? ശരിയാണ്. അപ്പൊ ഇതെല്ലാം ഞാൻ ഇവിടെ കാണിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. സ്റ്റേറ്റ്മെന്റ് 2 അപ്പൊ ശരിയാണ്. കാരണം പ്രൊജക്ട് വർക്ക്, ലബോറട്ടറി വർക്ക്, സിമുലേഷൻ, റോൾ പ്ലേയിങ് ഒക്കെ ആക്ഷൻ ബേസ്ഡ് ആണ്. അവിടെ എന്താണ്? ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വരുന്ന മെത്തേഡ്സ് ആണ് ഈ പ്രൊജക്ട് മെത്തേഡും ലബോറട്ടറി മെത്തേഡൊക്കെ. അപ്പൊ അത് ഇൻഡയറക്റ്റ് ടീച്ചിങ് മെത്തേഡ്സ് ആണ്. കറക്റ്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയതുകൊണ്ട് both statement 1 and statement 2 are correct. That is option A is the correct answer. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. According to Bloom's traditional taxonomy, the highest level of learning in cognitive domain. അപ്പൊ ഈ Bloom's taxonomy എന്നുള്ളത് അടുത്തൊരു ഏരിയ ആണ്. Bloom's taxonomy. Okay, Bloom's taxonomy. അപ്പൊ അത് തന്നെ രണ്ടെണ്ണം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. Bloom's taxonomy പഠിക്കാനായിട്ടുണ്ട്. പിന്നെ ആൻഡർസൺ ആൻഡ് ക്രാത്തോൾ എന്ത് ചെയ്തു? റിവൈസ് ചെയ്തു അല്ലെ? ബെഞ്ചമിൻ എസ് ബ്ലൂം ക്രിയേറ്റ് ചെയ്ത ബ്ലൂംസ് ടാക്സോണമി അത് 1956 ക്രിയേറ്റ് ചെയ്തത്. അത് 2001 ആൻഡർസണും ക്രാത്തോളും എന്ത് ചെയ്തു? അതിനെ റിവൈസ് ചെയ്തിട്ട് അതിന്റെ പേരെന്താക്കി മാറ്റി? റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി അഥവാ RBT ആക്കിയിട്ട് മാറ്റി. അപ്പൊ അത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഡൊമൈൻസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോർ ഡൊമൈൻ. ആ 3 ഡൊമൈൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് കോഗ്നിറ്റീവ് ഡൊമൈനിലാണ് ബ്ലൂംസ് ടാക്സോണമി രൂപീകരിച്ചിരിക്കുന്നത്. അതല്ലാതെ നമുക്ക് അഫക്റ്റീവ് ഡൊമൈനിൽ ഇതുപോലത്തെ ഒന്നുണ്ട്, ഹൈറാർക്കിയൽ ലെവലിലുള്ള ഒരു കാര്യമുണ്ട്, ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈനിലുണ്ട്. അപ്പൊ അതും നന്നായിട്ട് പഠിച്ചു വെക്കുക. അതെല്ലാം ഈ ഒരു ഇതിൽ വരുന്നതാണ്. ആ ഒരു ഏരിയ ആണ് ഞാൻ പറയുന്നത്. ബ്ലൂംസ് ടാക്സോണമി മാത്രമല്ല, മീൻസ് കോഗ്നിറ്റീവ് ഡൊമൈനിന്റെ മാത്രമല്ല, അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈൻ അതിനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. So according to Bloom's traditional taxonomy, the highest level of learning എന്താ? ആപ്ലിക്കേഷൻ ആണോ, അനാലിസിസ് ആണോ, ഇവാലുവേഷൻ ആണോ, കോംപ്രിഹെൻഷൻ ആണോ? ഏതാണ് ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്? ഇവാലുവേഷൻ ആണ് ഹയസ്റ്റ് ലെവൽ. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് ഓർഡർ ജസ്റ്റ് നോക്കാം. ഏറ്റവും പഴയ, അതായത് ട്രഡീഷണൽ ടാക്സോണമി എന്ന് പറയുമ്പോൾ അതിൽ എന്താ വരുന്നത്? നോളജ് ആണ് വരുന്നത്. നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. ഇങ്ങനെയാണ് അതിന്റെ ഓർഡർ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. From the list given below, identify the instructional events which form part of the structure of a lesson plan. Select your answer from the options given below. അപ്പൊ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 9 events of instruction by ഗാഗ്നെ. ഗാഗ്നയുടെ 9 events of instruction. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുത്തത് ഇപ്പൊ ഗാഗ്നയുടെ തിയറി മാത്രം ഇമ്പോർട്ടന്റ് എന്നുള്ളൊരു രീതിയിലല്ല, അത്തരം സൈക്കോളജിക്കൽ ആയിട്ട് നമുക്ക് സൈക്കോളജി ആക്ച്വലി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അധികം കാണാൻ സാധിക്കില്ല. പക്ഷെ എന്നാലും സൈക്കോളജിയിൽ കുറച്ച് തിയറീസ് നമുക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലെ? സൈക്കോളജിയിലെ കുറച്ച് തിയറീസ് ചോദിക്കാറുണ്ട്. ഇപ്പൊ എബ്രഹാം മാസ്ലോന്റെ തിയറി, കാൾ റോജേഴ്സിന്റെ തിയറി, അതുപോലെ തന്നെ എറിക്സന്റെ തിയറി, വൈഗോട്സ്കിന്റെ തിയറി, പിന്നെ ജീൻ പിയാഷെയും ബ്രൂണറേയും അധികം അങ്ങനെ കാണാറില്ല. പക്ഷെ എങ്കിലും നമുക്ക് അതൊക്കെ അറിഞ്ഞു വെക്കണം. ഇപ്പൊ BEd പഠിച്ചൊരു സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് സിമ്പിളാ. കാരണം അവർക്ക് അധികം ഒന്നും പഠിക്കാനില്ല. ആ BEdൽ പഠിച്ച കാര്യം തന്നെയാണ് ഈ നെറ്റ് എക്സാമിന് പേപ്പർ 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത്. അപ്പൊ സൈക്കോളജി അവർക്ക് ഓൾറെഡി അറിയാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നെറ്റ് എഡ്യൂക്കേഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നെറ്റ് സ്കോർ ചെയ്യാൻ സാധിക്കും. പക്ഷെ ബാക്കിയുള്ള സ്റ്റുഡൻസ് ഉണ്ട് അല്ലെ? BEd ഒന്നും പഠിക്കാതെ വന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സൈക്കോളജി ഒന്നുമേ അറിയില്ല. അപ്പൊ അവര് ഉറപ്പായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. കാരണം അതിനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ഗാഗ്നയുടെ 9 events of instruction ആക്ച്വലി സൈക്കോളജിയിൽ അധികം വരുന്നതല്ല. പക്ഷെ ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് ഉണ്ട് അല്ലെ? ലേണിംഗ് ഒരു 8 ടൈപ്പ് ഓഫ് ലേണിംഗ്. ഏതാണ്? സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, അതുപോലെ ചെയിൻ ലേണിംഗ്, വെർബൽ അസോസിയേഷൻ, അങ്ങനെയുള്ള ഏറ്റവും ഹയസ്റ്റില് പ്രോബ്ലം സോൾവിങ്, അങ്ങനെ വരുന്നതുണ്ട്. അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ സൈക്കോളജി അതൊരു ഏരിയ ആയിട്ട് തന്നെ നമുക്ക് പറയാം. സൈക്കോളജിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു എബ്രഹാം മാസ്ലോ, കാൾ റോജർ, വൈഗോട്സ്കി, എറിക്സന്റെ തിയറി, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണല്ലോ? വൈഗോട്സ്കി ഒക്കെ എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പൊ ഇവിടെ 9 events of instructionൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗെയിനിങ് അറ്റൻഷൻ ഓഫ് സ്റ്റുഡൻസ്, പ്രയർ നോളജ് ഓഫ് ദ സ്റ്റുഡൻസ്, ഇൻഫോമിംഗ് ദ ലേണർ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ്, stimulating recall of prerequisites learning, checking the availability of reading material in the library, eliciting the desired response.
ഇതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആൻഡ് വി ഹാവ് 4 ഓപ്ഷൻ 1 2 3 4. അതുപോലെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 4 എണ്ണത്തിലും 4 വീതമാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ മൊത്തം 6 എണ്ണം ആയതുകൊണ്ട് ഇതിൽ 2 എണ്ണം എലിമിനേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആൻസർ ആയി അല്ലെ. 2 എണ്ണം എലിമിനേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആൻസർ ആയി. അപ്പൊ അറിയാത്തവർക്കായിട്ട് ഞാൻ ഇതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് പറയാം. അതായത് ഫസ്റ്റ് വൺ ഗെയിനിങ് അറ്റൻഷൻ. ഇത് ഈ ഒരു ഓർഡറിൽ തന്നെ പഠിക്കണം. അതും എക്സാമിന് ചോദിക്കുന്നുണ്ട്. അതായത് കറക്റ്റ് ഓർഡർ ആക്കാൻ അവിടെ തന്നതിന് ശേഷം അതിനെ കറക്റ്റ് അറേഞ്ച് ചെയ്യാനായിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ 9 events of instruction by Gagne. ഇതാണ് ഗെയിനിങ് അറ്റൻഷൻ, ഇൻഫോമിംഗ് ദ ലേണർ ഓഫ് ദ ഒബ്ജക്റ്റീവ്, സ്റ്റിമുലേറ്റിംഗ് റീകോൾ ഓഫ് പ്രയർ നോളജ്, presenting the information, providing guidance, eliciting performance, providing feedback, assessing performance, enhancing retention and transfer. ഇതാണ് 9 events of instruction എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് വരുന്നത് ഏത് എന്നുള്ളതിനെക്കാട്ടിലും വരാത്തത് ഏത് എന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്താൻ പറ്റുന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് നോക്കാം. ഇൻഫോമിംഗ് ദ ലേണർ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഉണ്ട്, സ്റ്റിമുലേറ്റിംഗ് റീകോൾ ഓഫ് പ്രീ റിക്വസൈറ്റ്സ് ലേണിംഗ്, ചെക്കിംഗ് ദ അവൈലബിലിറ്റി ഓഫ് റീഡിംഗ് മെറ്റീരിയൽ ഇൻ ദ ലൈബ്രറി. ഈ 5ാമത്തെ കാര്യം ഇതിൽ വരുന്നതല്ല അല്ലെ. എന്താണ്? ചെക്കിംഗ് ദ അവൈലബിലിറ്റി ഓഫ് റീഡിംഗ് മെറ്റീരിയൽ ഇൻ ദ ലൈബ്രറി. അപ്പൊ 5 വരാത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോ ഇതില് 5 വരാത്ത ഓപ്ഷൻ ഏതാ? ഇതിൽ 5 ഇല്ല, ദെൻ ഇതില് 5 ഇല്ല, ദെൻ ഇതിൽ 5 ഉണ്ട്. ആൻഡ് ഡിയിലും സിയിലും ഡിയിലും 5 ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? സിയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. സിയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എയും ബിയും മാത്രം ക്രോസ് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നോക്കിക്കേ, 1 2 2 ഇവിടെ മാറുന്നത്. അതായത് 2 ആണോ ഇതിൽ വരാത്തത്, അല്ലെങ്കിൽ ഏതാ 6 ആണോ വരാത്തത് എന്ന് നമുക്ക് നോക്കിയാൽ മതി. 2 ആണോ 6 ആണോ വരാത്തത് നോക്കിയാൽ മതി. 2 എടുക്കുന്ന സമയത്ത് പ്രയർ നോളജ് ഓഫ് സ്റ്റുഡൻസ് ആണ്. 6 എടുക്കുന്ന സമയത്ത് എലിസിറ്റിംഗ് ദ ഡിസൈഡ് റെസ്പോൺസ് ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇവിടെ പ്രയർ നോളേജ് എന്ന് പറയുമ്പോൾ സ്റ്റിമുലേറ്റിംഗ് ദ റീകോൾ ഓഫ് പ്രയർ നോളേജ് എന്ന് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 2ാമത്തെ പ്രയർ നോളേജ് ഓഫ് സ്റ്റുഡൻസ് ഉള്ളത് വരുന്നുണ്ട്. ഇനി 6 എടുക്കുന്ന സമയത്ത് എലിസിറ്റിംഗ് ദ ഡിസൈഡ് റെസ്പോൺസ് ആണ് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? എലിസിറ്റിംഗ് ദ പെർഫോമൻസ് ആണ് പറയുന്നത്. എലിസിറ്റിംഗ് ദ റെസ്പോൺസ് വേറെയാണ്, പെർഫോമൻസ് വേറെയാണ് അല്ലെ. അപ്പൊ 6 ആണ് വരാത്തത്. സോ 6 വരാത്തത് എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് 1 2 3 4 അല്ലെ. 1 2 3 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ഗെയിനിങ് ദ അറ്റൻഷൻ ഓഫ് സ്റ്റുഡൻസ്, പ്രയർ നോളജ് ഓഫ് സ്റ്റുഡൻസ്, ഇൻഫോമിംഗ് ദ ലേണർ ഓഫ് ദ ഒബ്ജക്റ്റീവ്, സ്റ്റിമുലേറ്റിംഗ് ദ റീകോൾ ഓഫ് പ്രീ റിക്വസൈറ്റ്സ് ലേണിംഗ്. ബാക്കി 5ഉം 6ഉം വരുന്നില്ല. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ദാറ്റ് ഈസ് മെമ്മറി. മെമ്മറിനെ ബേസ് ചെയ്തിട്ടും കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആക്ച്വലി നമുക്ക് 2 ടൈപ്പ് ഓഫ് മെമ്മറി അല്ലേ പഠിക്കാനുള്ളത്. ലോങ് ടേം മെമ്മറിയിൽ തന്നെ എക്സ്പ്ലിസിറ്റ് മെമ്മറി, ഇംപ്ലിസിറ്റ് മെമ്മറി. എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുമ്പോൾ കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുമ്പോൾ അൺകോൺഷ്യസ്ലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സോ അത് നോക്കി അത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ ആൻസറിലോട്ട് എത്തി. അതിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് എക്സ്പ്ലിസിറ്റ് മെമ്മറി കോൺഷ്യസ് ആണെന്ന് പറഞ്ഞു. ആ എക്സ്പ്ലിസിറ്റ് മെമ്മറിയിലാണ് എന്ത് വരുന്നത്? എപ്പിസോഡിക് മെമ്മറിയും സിമാന്റിക് മെമ്മറിയും വരുന്നത് അല്ലെ. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇംപ്ലിസിറ്റ് മെമ്മറിയിലാണ് അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ പ്രൊസീജറൽ മെമ്മറി, അതുപോലെ തന്നെ പ്രൈമിങ്, പിന്നെ കണ്ടീഷനിങ്, അതൊക്കെ ഇതിലാണ് വരുന്നത്? നമ്മുടെ ഇംപ്ലിസിറ്റ് മെമ്മറിയിലാണ് വരുന്നത്. അതറിയുന്ന ഒരു സ്റ്റുഡന്റിന് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണിത്. പിന്നെ നമ്മുടെ നെറ്റിന്റെ ഒരു പ്രത്യേകത, നമുക്ക് 1 2 ഇപ്പൊ ഇങ്ങനെയുള്ള മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ഒക്കെ വരുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ജസ്റ്റ് നോക്കാം. അപ്പൊ നമുക്കറിയാം എക്സ്പ്ലിസിറ്റ് മെമ്മറി ആണ് കോൺഷ്യസ് അല്ലെ. കോൺഷ്യസ് ആയിട്ടുള്ള കാര്യം അതാണ് എക്സ്പ്ലിസിറ്റ് മെമ്മറി. അതായത് എ ഈസ് റിലേറ്റഡ് ടു 3 ആണ്. ഇനി ഓപ്ഷൻസ് നോക്കിക്കേ. എ ഈസ് റിലേറ്റഡ് ടു 3 എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷനേ ഇവിടെ ഉള്ളൂ. കണ്ടോ? ഇത്രയും സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നത് കോൺഷ്യസ് ആണ്. ഇത് എപ്പോഴും ഇങ്ങനെ വരണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും മെജോറിറ്റി ഞാൻ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോഴൊക്കെ ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ബാക്കി ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അല്ലെ. കോൺഷ്യസ് എക്സ്പ്ലിസിറ്റ് മെമ്മറി ആണ്, അൺകോൺഷ്യസ് ഇംപ്ലിസിറ്റ് മെമ്മറി ആണ്. ഇനി മോട്ടോ സ്കിൽസ് എന്ന് പറയുന്നത് പ്രൊസീജറൽ മെമ്മറി ആണ്.
എന്താണ് പ്രൊസീജിയറൽ മെമ്മറി? ഇപ്പൊ ഒരാൾ ചിലപ്പോൾ ബൈക്ക് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അൺകോൺഷ്യസ്ലി ആണ് അത് ഓടിക്കുന്നത്. ഐ മീൻ അവരിപ്പോ ഓടിക്കുന്ന സമയത്ത് ഇവിടെ എത്തുന്ന സമയത്ത് ആക്സിലേറ്റർ കൂട്ടണം, ഇവിടെ എത്തുന്ന സമയത്ത് ബ്രേക്ക് ചവിട്ടണം, അങ്ങനെ പറഞ്ഞിട്ടല്ല അവർ ഓടിക്കുന്നത് അല്ലെ. അൺകോൺഷ്യസ്ലി അവർക്ക് അത് താനേ ഓടിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുന്നത്. ഇനി ഓൺ എക്സ്പീരിയൻസ് ആണ് എപ്പിസോഡിക് മെമ്മറി. അതായത് ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ് എന്താണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ ഇട്ട ഡ്രസ്സ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓർക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ 10 വർഷം മുൻപ് നടന്നൊരു കാര്യം, അല്ലെങ്കിൽ 2 ദിവസം മുൻപ് നടന്ന കാര്യം, നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, പറയാൻ സാധിക്കും. അല്ലെങ്കിൽ കോൺഷ്യസ്ലി നമുക്ക് അതിനെ കുറിച്ചൊരു മെമ്മറി ഉണ്ടാവും അല്ലെ. അതാണ് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സോ ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് ആണ് പഠിക്കേണ്ടതെന്നുള്ളത്. ഇനി ഇത് കൂടാതെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താത്ത കുറച്ച് ഏരിയാസും ഉണ്ട്. അതാണ് ഇവാലുവേഷൻ, അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ ട്ടോ. അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ, അതായത് ഈ ഒരു ഇവാലുവേഷനിൽ നമ്മുടെ ഫോർമേറ്റീവ് അസസ്മെന്റ്, സമ്മേറ്റീവ് അസസ്മെന്റ്, ഇപ്സേറ്റീവ് അസസ്മെന്റ്, നോം റെഫറൻസ് അസസ്മെന്റ്, ക്രൈറ്റീരിയൻ റെഫറൻസ് അസസ്മെന്റ്, അതുപോലെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ, അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ പുതിയ ഇന്നോവേഷൻസ് വരുന്നുണ്ട്. ഇവാലുവേഷനിൽ തന്നെ ഇന്നോവേഷൻസ് വരുന്നുണ്ട്, അതും നിങ്ങൾ പഠിക്കണം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ സ്വയം. ഓക്കെ, സ്വയത്തിന് ബേസ് ചെയ്ത് ഒരുപാട് വരാറുണ്ട്. സ്വയം, അതുപോലെ മൂക്ക് അല്ലെ, മൂക്ക്, മൂഡിൽ, ഇത്തരം കാര്യങ്ങൾ. സ്വയം പ്രഭ കേട്ടോ. സ്വയം ഉണ്ട്, അതുപോലെ സ്വയം പ്രഭ. സ്വയം ഒരു കോഴ്സാണ്, പക്ഷെ സ്വയം പ്രഭ എന്ന് പറയുമ്പോൾ ചാനലാണ്. സോ സ്വയം പ്രഭ, മൂക്ക്, മൂഡിൽ, അതുപോലെ തന്നെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം, ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം അല്ലെ, ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം, CBCS, അതും പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടെ ഞാൻ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്താത്തതാണ്, പക്ഷെ ഇത്രയും കാര്യങ്ങളും കൂടെ നമുക്ക് ഫോക്കസ് ഏരിയാസ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ഏതൊക്കെയാണ്? സ്വയം പ്രഭ, മൂക്ക്, മൂഡിൽ, അതുപോലെ CBCS. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല പറയുന്നത്, പക്ഷെ ഈ ഒരു ഏരിയ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കണം. ബാക്കിയുള്ള ഏരിയാസ് നമ്മൾ പഠിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് തന്നെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, അതാണ് പറയാനുള്ളത്. സോ നമ്മുടെ CCയിൽ ഇപ്പോ CC JRF വിക്ടറി ബാച്ച് ജൂൺ 2026, അതായത് ജൂണിലോട്ട് നടക്കാൻ പോകുന്ന എക്സാമിനായി ഒരു ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് 30% ഓഫർ പ്രൈസിൽ എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. സോ നമ്മുടെ CC നൽകുന്ന എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മെയിൻ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് പേഴ്സണൽ മെന്റർഷിപ്പും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഇപ്പോഴേ പഠിച്ചു തുടങ്ങാന്നാണ് പറയാനുള്ളത്. കാരണം നമുക്കറിയാം വളരെ വൈഡാണ്. നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാന്ന് പറയുമ്പോൾ 6% മാത്രമാണ് ക്രാക്ക് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ അതിൽ നമ്മൾ ഒരാളാവാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ എന്ത് വേണം, ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. സോ 0യിൽ നിന്നും JRFലേക്ക് എത്താൻ 180 ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. സോ ഒട്ടും മടിക്കണ്ട, ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു നമ്പറിലോട്ടും കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഇവിടെ ഉള്ള കോഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, മലയാളം ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, ദെൻ പേപ്പർ 1 മാത്രമായിട്ടുള്ള കോഴ്സ് കൂടെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇന്ന് തന്നെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.